കേരളത്തിന്റെ പൊതുമനസാക്ഷി മരവിച്ച അരുംകൊല KT ജയകൃഷ്ണൻ മാസ്റ്റർ വധം 1999 ഡിസംബർ 1 പാനൂർ ഈസ്റ്റ് മൊകേരി UP സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിനിടെയാണ് KT ജയകൃഷ്ണൻ മാസ്റ്റർ വധിക്കപ്പെടുന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ക്ലാസ് മുറിയിൽ കയറി CPM ക്രിമിനലുകൾ അദ്ദേഹത്തെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നും ജയകൃഷ്ണൻ മാസ്റ്റർ വധം നടക്കുന്ന ഒരു ഓർമ്മയാണ്. ആ ധീര ബലിദാനത്തിന് 26 വർഷമാകും. പാനൂരിന്റെ ധീരപുത്രൻ, മാതൃകാ അധ്യാപകൻ, സാമൂഹിക രാഷ്ട്രീയ നേതാവ്, ഭാവിയുടെ കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടായിരുന്ന കരുത്തുറ്റ കാര്യകർത്താവ്, യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ, ഇതൊക്കെയായിരുന്നു അന്ന് KT ജയകൃഷ്ണൻ മാസ്റ്റർ. ഭീരുക്കളായ മാർക്സിസ്റ്റ് ഭീകരർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ലക്ഷ്യമിട്ടത്. അധ്യാപകനായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്ററെ കണ്ണൂർ ഈസ്റ്റ് മൊകേരി UP സ്കൂളിലെ 6ാം ക്ലാസ് B ഡിവിഷനിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെയാണ് ക്ലാസ് മുറിയുടെ അരമ്പത്തി ചാടിയെത്തിയ ക്രിമിനലുകൾ അരുംകൊലയ്ക്ക് ഇരയാക്കിയത്. സ്വന്തം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അറിവ് പകരാൻ ബോർഡിൽ കുറിച്ചിട്ട അക്ഷരങ്ങൾക്ക് മുന്നിൽ ആ കാട്ടാളന്മാർ അദ്ദേഹത്തെ വെട്ടിനുറുക്കി. 16 കുട്ടികളായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. ചോരക്കളമായ ക്ലാസ് മുറിയിൽ നിന്നും തട്ടഹസിച്ച് പുറത്തേക്ക് പോയ ആ അക്രമികൾ അവിടുത്തെ ബോർഡിൽ ഇങ്ങനെ കുറിച്ചു: സാക്ഷി പറഞ്ഞാൽ ജയകൃഷ്ണൻ ആവർത്തിക്കും. കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നികൃഷ്ടമായി നടപ്പാക്കിയ അരുംകൊലയായിരുന്നു അത്. ഭരണത്തിന്റെ പിൻബലത്തിൽ മാർക്സിസ്റ്റ് ഭീകരതയുടെ വിരൂപമുഖം വെളിപ്പെട്ട സംഭവമായിരുന്നു. കൺമുന്നിൽ പ്രിയപ്പെട്ട അധ്യാപകനെ ജീവനോടെ വെട്ടിനുറുക്കുന്നത് കാണേണ്ടി വന്ന ആ കുട്ടികളുടെ മാനസികാവസ്ഥയും തകിടം മറിച്ചു. അവരിൽ ഒരാളായ ഷെസീന മാനസിക സമ്മർദ്ദം മൂലം വർഷങ്ങൾക്ക് ശേഷം ജീവനൊടുക്കി. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന മാനസികാവസ്ഥയായിരുന്നു ഷെസീനയ്ക്ക്. ആ ക്ലാസ്സിലുണ്ടായിരുന്ന 16 കുട്ടികളും ഏറെക്കുറെ സമാനമായ മാനസികാവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. ചോരയുടെ ഭീകരത അന്ന് ആ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടുണ്ടാകില്ല. ആ മാനസിക സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന അന്നത്തെ 6ാം ക്ലാസ്സുകാർ ഇന്നും കണ്ണൂരിലുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൂത്തുപറമ്പ്, പാനൂർ മേഖലകളിൽ ജനങ്ങൾക്കിടയിൽ നേരിട്ട് പ്രവർത്തിച്ച യുവ നേതാവായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ. കണ്ണൂരിൽ തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് മുൻകൂട്ടി കണ്ട് അത്തരത്തിൽ അധികാരത്തിന്റെ മറവിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുകയും പിന്നീട് കൊലയാളികളെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്ന CPM കാടത്തവും പുറത്തുവന്ന കൊലപാതകമാണ് KT ജയകൃഷ്ണൻ മാസ്റ്റർ വധം. മനുഷ്യാവകാശവും മാനവികതയെ മുഖംമൂടിയാക്കി തങ്ങൾക്ക് മൃഗീയാധിപത്യമുള്ളയിടങ്ങളിൽ ഫാസിസം നടപ്പിലാക്കുന്ന നികൃഷ്ടമായ ഇടത് രാഷ്ട്രീയത്തിന്റെ ഇരയായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ. ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിനുറുക്കിക്കൊന്ന കേസിൽ മുഖ്യപ്രതിയായിരുന്ന TK രജീഷിനെയും കൂട്ടുപ്രതികളെ CPM നേതൃത്വം എങ്ങനെ കേസിൽ പ്രതികളാക്കാതെ രക്ഷപ്പെടുത്തി എന്നുള്ളത് TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണത്തിനിടെ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. എന്നിട്ടും മാറി മാറി വരുന്ന ഭരണകൂടം കൊലപാതകികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. KT ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ തലശ്ശേരി വിചാരണ കോടതി കേസ് അന്വേഷിച്ചവർക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മറിച്ച് അവരെ സംരക്ഷിക്കാനായിരുന്നു LDF UDF നേതൃത്വം ശ്രമിച്ചത്. നീതി നിഷേധിക്കപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് മാസ്റ്ററുടെ കൊലപാതകം. പക്ഷേ സ്വന്തം പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകനും KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മകളെ അഗ്നിയായി നെഞ്ചിലേറ്റുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഡിസംബർ 1 സംസ്ഥാന വ്യാപകമായി KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ആചരിക്കുന്നു. മനസ്സിലെ ആ അഗ്നി അവർ പുതുതലമുറ പ്രവർത്തകരിലേക്ക് ഒട്ടും ശോഭമങ്ങാതെ പകർത്തുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബലിദാനം പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമായിരുന്നുവെങ്കിലും ഇന്നും ഓരോ സംഘപ്രവർത്തകരുടെ മനസ്സുകളിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർ ജീവിക്കുന്നു, ആദർശത്തിന്റെ കെടാവിളക്കായി ജ്വലിക്കുന്നു.